നമ്മളെ സർക്കാർ നിലനിൽക്കുന്നത് ലോട്ടറിയും കള്ളും കൊണ്ടാണ്. ലോട്ടറി സാധാരണക്കാർ എടുക്കാൻ പോയാൽ ഇപ്പോൾ ലോട്ടറി കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ അത് ഈ വേലത്തനം കാണിക്കുന്നത് ഭഗവതി ലോട്ടറീസാണ്. തിരുവനന്തപുരം ഭഗവതി ലോട്ടറീസിൽ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ പോയാൽ ഒരു ടിക്കറ്റായിട്ട് കൊടുക്കില്ല. അത് സെയിം ടിക്കറ്റ് 12 ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, അതായത് സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥന്മാർ അവർ ഷെയറായിട്ട് ചേർന്ന് ഒരു 10, 100, 300, 500 ലോട്ടറികൾ എടുക്കുന്നുണ്ട്. അവർ ഓൺലൈൻ വഴി ലോട്ടറി എടുക്കുകയാണ്. അവർ ഇന്ന് അടിക്കുന്ന ലോട്ടറികൾ കണക്കാക്കി അടുത്ത ദിവസം എല്ലാവരും കൂടെ വന്നെടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞ് ഇത് നല്ല ലോട്ടറികളെല്ലാം ഈ അടിക്കാൻ സാധ്യതയുള്ള ലോട്ടറിയെല്ലാം അവർ കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോവുകയാണ്. സാധാരണക്കാർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. അല്ലാതെ ചില്ലറ വിൽക്കുന്നവർ മാത്രമാണ് ഈ സാധാരണ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ ചൂതുകളിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഭഗവതി ലോട്ടറിയും അതുപോലെ തന്നെ അത് സർക്കാർ ശ്രദ്ധിക്കാതെ ഇത് ഒരു സാധാരണക്കാർ ചതിയിൽ ചെന്ന് വീഴുന്നൊരവസ്ഥയിലാണ്. ഇന്നത്തെ ലോട്ടറി ഫലം അവർ നോക്കിയിട്ട് നാളെ കറക്റ്റായിട്ട് വന്ന് ഈ അടിക്കുന്ന ലോട്ടറികൾ, അതായത് 5000 മുതൽ താഴോട്ടുള്ള പൈസകൾ കിട്ടത്തക്ക രീതിയിൽ അവരെല്ലാം ശേഖരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. അതിന് പ്രധാന കാരണം സർക്കാർ ഇടപെടാത്തത് കൊണ്ടാണ്. സർക്കാർ ഇടപെട്ട് ഇനിയെങ്കിലും അത് നേരെ കൊണ്ടുപോകണം. സാധാരണക്കാരൻ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഈ ലോട്ടറി നിലനിൽക്കുന്നത്. എന്നിട്ടും സാധാരണക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ. അതിന് മാറ്റം വേണമെങ്കിൽ ഈ ലോട്ടറി വകുപ്പ് അതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. സംസ്ഥാന ഭാഗ്യക്കുറി അത് മെയിൻ ഓഫീസിൽ നിന്ന് അവർ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ലോട്ടറി വിജിലൻസ് ഉണ്ടെങ്കിൽ അവർ വെച്ച് ഇത് എന്തെങ്കിലും അത് നോക്കി ചെയ്യേണ്ടതാണ്. പിന്നെ വ്യാജ ലോട്ടറി ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ അതിന് സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ചെയ്ത് അത് ശരിയാണോ ഇല്ലയെന്നുള്ളത് ഈ ഒരാൾ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് അന്വേഷിക്കണം. സാധാരണക്കാർക്ക് ഒരു പ്രൈസും കിട്ടാത്ത അവസ്ഥയാണ്. അതിന് കാരണം അതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഭഗവതി ലോട്ടറിയാണ്. അവർ സെയിം നമ്പർ 12 എണ്ണി വെച്ചാൽ ആ 12 ഒരുമിച്ചേ കൊടുക്കുന്നുള്ളൂ. ഈ സാധാരണ ചെറിയ കൂലിപ്പണിക്കാരും മറ്റുമൊക്കെ വരുന്നവർ അവർ ഒരു ലോട്ടറി എടുത്തിട്ട് അവർ വീട്ടിൽ പോയാൽ അവരെ ഭാഗ്യം പരീക്ഷിക്കും, അവരെ വീട്ടിലെ കാര്യം നടക്കും. ഇത് അങ്ങനെ കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് അടിക്കുമെന്നുള്ള ഇതിൽ സാധാരണക്കാരെല്ലാം ലോട്ടറി ചെന്ന് വീടുകയാണ്. ഇത് കൊടിയ വഞ്ചനയാണ്. ഈ വഞ്ചനയ്ക്കൊരു മാറ്റം വേണം. അതിന് സർക്കാർ ഇടപെടുക. അതിന് കഴിയുന്നതും ലോട്ടറിയെ സ്നേഹിക്കുന്നവരും ലോട്ടറി കൊണ്ട് ജീവിക്കുന്നവരും ഇത് ഷെയർ ചെയ്യുക. ഈ വകുപ്പിന് നല്ല മാറ്റം വരട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് നേട്ടം ഉണ്ടാവട്ടെ, സാധാരണക്കാർക്ക് നേട്ടം ഉണ്ടാവട്ടെ.